എറ്റേണിറ്റി സി കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതമായി മസ്കറ്റിലെത്തി. യമൻ ഹൂതി സേനയുടെ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ ചെങ്കടലിൽ മുങ്ങിപ്പോയ കപ്പലാണ് എറ്റേണിറ്റി സി. മസ്കറ്റിലെത്തിച്ച 11 പേരിൽ 9 ഫിലിപ്പീൻ നാവികരും ഒരാൾ റഷ്യക്കാരനും ഒരാൾ മലയാളിയുമാണ്. മലയാളി നാവികൻ കൈകുളം സ്വദേശിയായ അനിൽകുമാർ ഉടൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. യമൻ ഹൂതി സേനയുടെ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ ചെങ്കടലിൽ മുങ്ങിപ്പോയ എറ്റേണിറ്റി സി കാർഗോ കപ്പലിലെ ജീവനക്കാർ മാസങ്ങളോളം തടങ്കലിൽ കഴിയുന്നതിന് ശേഷമാണ് മസ്കറ്റിൽ സുരക്ഷിതമായി എത്തിയത്. സനായിൽ നിന്നും റോയൽ ഒമാൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലൂടെയാണ് 11 പേരെ മസ്കറ്റിലേക്ക് എത്തിച്ചത്. മോചിതരായി മസ്കറ്റിലെത്തിച്ച 11 പേരിൽ 9 ഫിലിപ്പീൻ നാവികരും ഒരാൾ റഷ്യക്കാരനും ഒരാൾ മലയാളിയുമാണ്. ആക്രമണത്തിൽ 3 ഫിലിപ്പീൻ നാവികരും ഒരു റഷ്യക്കാരനുമടക്കം 4 പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാരിടൈം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ഹൂതി പ്രതിനിധികളുമായുള്ള ചർച്ചകൾ നടന്നത്. മാസങ്ങൾ നീണ്ട നിശബ്ദ നയതന്ത്ര ശ്രമങ്ങളുടെയും മാനവീയ ഇടപെടലുകളുടെയും ഫലമായാണ് മോചനം സാധ്യമായത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയതിനു പിന്നാലെ ഒമാനി വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിവിധ സുരക്ഷാ ആരോഗ്യ ഏജൻസികളിലെ പ്രതിനിധികളും ചേർന്ന് ജീവനക്കാരെ സ്വീകരിച്ചു. ജീവനക്കാർക്ക് പ്രാഥമിക മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം സ്വദേശത്തേക്ക് വിടുന്നതിനായി രാജ്യങ്ങളുടെ ദൗത്യ പ്രതിനിധികളുമായി സഹകരിച്ച മടക്കയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഗ്രീക്ക് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള ലൈബീരിയൻ പതാകയിലുള്ള കപ്പൽ ജൂലൈ 7-നാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ കപ്പൽ മുങ്ങിയതോടെയാണ് ജീവനക്കാരെ ഹൂതി സേന പിടികൂടിയത്. മലയാളിയായ ഇന്ത്യൻ നാവികൻ അനിൽകുമാർ രവീന്ദ്രൻ ആലപ്പുഴ കായംകുളം സ്വദേശിയാണ്. എറ്റേണിറ്റി സിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു അനിൽകുമാർ. ജൂലൈ 7-നുള്ള ആക്രമണത്തിന് ശേഷം അനിലിനെ കാണാതായതായി കുടുംബത്തിന് വിവരം ലഭിച്ചിരുന്നു. പിന്നീട് യമൻ ഭരണകൂടത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.